ഒറ്റപ്പാലം സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ച്, ഹോസ്പിറ്റൽ, സ്കൂൾ, നഴ്സിംഗ് കോളേജ് ഇവയുടെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി സർവീസ് ആരംഭിക്കുകയാണ്. ഈ ജൂൺ 2026 മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ചർച്ച് മെമ്പേഴ്സിൻ്റെയും സഹായ സഹകരണങ്ങൾ നമ്മൾ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചർച്ചിലും നമുക്ക് കാണാം, രോഗത്താൽ കഴിയുന്നവരുണ്ട്, ബുദ്ധിമുട്ടിൽ കഴിയുന്നവരുണ്ട്, ഏകാന്തതയിൽ അനുഭവിക്കുന്നവരുണ്ട്. നമ്മൾ ഇവരെല്ലാം സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, അതിപ്പോൾ ഏത് രൂപത്തിലായാലും നമ്മളത് സഹായിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചർച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ മാസം മുതൽ 2026 ജനുവരി മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാ ചർച്ച് മെമ്പേഴ്സിൻ്റെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 പാഠങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് കലാപത്തിനിടയിലെ വ്യക്തത. ഇന്ന് മതസ്വാതന്ത്ര്യ ശബദ് ആചരിക്കുന്ന ഈ ദിനത്തിൽ വിശ്വാസം വാക്കുകളാൽ മാത്രമല്ല നമ്മൾ സംരക്ഷിക്കേണ്ടത്, സേവനത്തിലൂടെയാണ്. അതുപോലെ സേവനത്തിലൂടെ നമ്മൾ ജീവിച്ച് കാണിക്കുകയും വേണം. ദാനിയേൽ 6-ാം അധ്യായം കലാപഭരിതമായ കാലങ്ങളിൽ എങ്ങനെ നമ്മൾ വിശ്വസിച്ച് ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ വിശ്വാസം എങ്ങനെ സ്നേഹപൂർവമായ സമൂഹ സേവനത്തിനായി മാറ്റുന്നു എന്നും ദാനിയേൽ 6-ാം അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ പറയുമ്പോൾ പാഠം 1 പറയുന്നത് ദൈനംദിന ജീവിതത്തിലെ അഖണ്ഡതയാണ് വിശ്വാസം. അപ്പോൾ ദാനിയേൽ ഭരണകൂടത്തെ സത്യസന്ധമായും ബഹുമാനത്തോടുകൂടെയും വിശ്വാസത്തോടെയും സേവിച്ചു. യഥാർത്ഥ സേവനം സ്വഭാവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് രോഗികളെ സന്ദർശിക്കുമ്പോഴും വയോധികരെ സന്ദർശിക്കുമ്പോഴും അതുപോലെ ആവശ്യക്കാരെ പരിചരിക്കുമ്പോഴും നന്ദി ലഭിക്കാതിരുന്നാലും നമ്മൾ ദയയിലൂടെയും ക്ഷമയിലൂടെയും ബഹുമാനത്തിലൂടെയും നമ്മൾ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. മതസ്വാതന്ത്ര്യം ആരംഭിക്കുന്നത് നിസ്സഹായരായ ആൾക്കാരോട് നമ്മൾ കാണിക്കുന്ന സമീപനത്തിലൂടെയാണ്. പാഠം 2 പറയുന്നത് ദൈവം വിശ്വാസം നിർബന്ധിക്കുന്നില്ല. അതിവിടെ പറയുമ്പോൾ ദാനിയേൽ 6-ൽ കാണുന്ന നിയമം ആരാധന നിർബന്ധിച്ചപ്പോൾ അതിൻ്റെ ഫലം പീഡനവും ഭയവും ആയിരുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം നമ്മുടെ സേവനം ഒരിക്കലും വിശ്വാസം നിർബന്ധിക്കരുത്, അത് സ്നേഹം പ്രതിഫലിപ്പിക്കണം. മതപരിവർത്തനത്തിനായി അല്ല, പരിചരിക്കുന്നതിനായാണ് നമ്മൾ ആൾക്കാരെ സമീപിക്കേണ്ടത്. ക്രിസ്തു ആദ്യം നമ്മെ സേവിച്ചതിനാലാണ് നാം സേവിക്കുന്നത്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ബഹുമാനിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന യഥാർത്ഥ മത സ്വാതന്ത്ര്യത്തിനായാണ് നമ്മൾ പെരുമാറേണ്ടത്. പാഠം 3-ൽ പറയുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത സേവനം. അത് ദാനിയേൽ തുറന്നു വെച്ചും ശാന്തമായും വിശ്വാസമായും പ്രാർത്ഥിക്കുന്നത് തുടർന്നു. നമ്മുടെ വിശ്വാസം മറച്ചു വയ്ക്കാതെ, എന്നാൽ അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാതെയാണ് നമ്മൾ നന്മ പ്രവർത്തിക്കേണ്ടത്. രോഗികളെ സന്ദർശിക്കുന്നതിന് മുൻപ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രത്യാശ മൃദുവായി സംസാരിക്കുമ്പോഴും കരുണയോടെയും പ്രവർത്തിക്കുമ്പോഴും നമ്മൾ സമ്മർദ്ദമില്ലാത്ത ലക്ഷ്യം വഹിക്കുന്നു. നമ്മുടെ സേവനം നിശബ്ദമായ പ്രസംഗമായി മാറുന്നു. പാഠം 4-ൽ പറയുന്നത് സ്നേഹമുള്ള കൈകളിലൂടെ എത്തുന്ന പ്രത്യാശ. അതിൽ ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിൽ പ്രവേശിക്കുന്നത് ദൈവം തടഞ്ഞില്ല, എന്നാൽ അവനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സന്ദർശിക്കുന്ന പലരും തങ്ങളുടെ സ്വന്തം സിംഹങ്ങളുടെ ഗുഹകളിലാണ്. രോഗം, ഏകാന്തത, ദാരിദ്ര്യം, ദുഃഖം. നമ്മൾ അവരുടെ വേദന നീക്കണമെന്നില്ല, എന്നാൽ ദൈവ സാന്നിധ്യം അവരിലേക്ക് നമുക്ക് കൊണ്ടുവരാം. സന്ദർശിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ശ്രദ്ധയോടെ കേൾക്കുമ്പോഴും ലളിതമായ സമ്മാനങ്ങൾ നമ്മൾ നൽകുകയും വേണം. അതുപോലെ ഇരുണ്ട ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കൈകളായി നമ്മൾ മാറുന്നു. മതസ്വാതന്ത്ര്യം കോടതികളിൽ മാത്രം സംരക്ഷിക്കപ്പെടുന്ന ഒന്നല്ല, കരുണയിലൂടെയാണ് എന്ന് അത് നമ്മളെ തെളിയിക്കുന്നു. ഇന്ന് സമൂഹ സേവനത്തിനായി പുറപ്പെടുമ്പോൾ നമുക്ക് ബഹുമാനത്തോടെ സേവിക്കാം, നിർബന്ധമില്ലാതെ സ്നേഹിക്കാം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം, വേദനയ്ക്കിടയിൽ പ്രത്യാശ എത്തിക്കാം. ദാനിയേലിനെ പോലെ നമ്മുടെ വിശ്വാസം ശക്തിയിലൂടെ അല്ല, സേവനത്തിലൂടെ ദൃശ്യമായി ഇരിക്കട്ടെ. ആമേൻ.